ലീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ പുഷ്പാഞ്ജലിക്ക് പേരും നാളും ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. ഗുരുവായൂർ അമ്പലത്തിൽ 27 നാളിനും പുഷ്പാഞ്ജലി അവിടെ നടക്കുന്നുണ്ട്. 27 നാളിൻ്റെ പുഷ്പാഞ്ജലിയും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 27 നാളിൽ ഏതെങ്കിലും ഒരു ദിവസം ആവുമല്ലോ നമ്മളുടെ നാൾ പറയുന്നത്. അപ്പോൾ ആ നാളിന് നമ്മളുടെ വക അവിടെ പുഷ്പാഞ്ജലി നടക്കുന്നുണ്ട് എന്നുള്ളത്, അതിലേക്കാണ് നമ്മൾ ഈ ഒരു തുക അടയ്ക്കുന്നത്. അതായത് 27 നാളിൽ അവിടെ ചെയ്യുന്ന പുഷ്പാഞ്ജലിയുടെ ഒരു ഭാഗം നമ്മളുടെ വകയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പണം അടയ്ക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പെരുന്നാളും ചോദിക്കാത്തത് കേട്ടോ. നാൾ ചോദിച്ചിരുന്നു, പണ്ടൊക്കെ നാൾ ചോദിച്ചിട്ട് അവിടെ ടിക്ക് ചെയ്യാറുണ്ടായിരുന്നു, ഇന്ന നാളാണ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് നാളും ചോദിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതാണ് അതിൻ്റെ കാര്യം. 27 നാളിൻ്റെ പുഷ്പാഞ്ജലിയും അവിടെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പുഷ്പാഞ്ജലിക്ക് കൊടുത്തോളൂ. വെറുതെ അവിടെ പുഷ്പാഞ്ജലി കഴിക്കാതെ നിങ്ങൾക്ക് പ്രസാദം തരുന്നതല്ല കേട്ടോ. പിന്നെ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് വഴിപാട് ചീട്ടാക്കുകയാണെങ്കിലും ശ്രീലകത്തിരിക്കുന്ന ആൾക്കറിയാം നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്നും എന്തൊക്കെ വഴിപാട്